ദുബായ് വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. വിമാനത്താവളത്തിലെ എണ്ണ ടാങ്കിൽ ഒന്നിന് തീ പിടിച്ചു. ദുബായ് വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള വിമാനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് സൗദിയും UAEയും ആവശ്യപ്പെട്ടു. UAE പ്രസിഡന്റും സൗദി കിരീടാവകാശിയും ടെലിഫോണിൽ ചർച്ച നടത്തി. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും ദുബൈയിൽ നിന്ന്. ഷിനോജ്, ദുബായ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് നാശനഷ്ടങ്ങൾ അടക്കം സംഭവിക്കുന്നത്. വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. ഇത് നമുക്കറിയാം, ആക്രമണം തുടങ്ങിയത് മുതൽ പശ്ചിമേഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിപ്പോഴും തുടരുന്നു. ഇന്നലെയൊക്കെ വലിയ തോതിലുള്ള ആക്രമണം UAEക്ക് നേരെ ഉണ്ടായോ? ഇപ്പോൾ UAE കിരീടാവകാശിയുമൊക്കെയായി ചർച്ചകൾ നടത്തുന്നു. സൗദി കിരീടാവകാശിയുമൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു സംഘർഷങ്ങൾക്ക് അറുതി വരുത്താൻ അറ്റ്ലീസ്റ്റ് ഈ രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത് എത്രത്തോളം ഊർജിതമായി നടക്കുന്നു? ഇന്നലെ മറ്റ് ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇന്നലെ രാത്രി ആക്രമണങ്ങളുടെ തോത് വളരെ കുറവായിരുന്നു. ഒരു 6 ഡ്രോണുകൾ മാത്രമാണ് UAEക്ക് നേരെ വന്നത്. അതേപോലെ തന്നെ ഇന്നലെ ആക്രമണങ്ങളിൽ ഒരാൾക്ക് മാത്രമാണ് പരിക്കേറ്റത്. പക്ഷേ ഇന്ന് പുലർച്ചെയാകുമ്പോൾ സ്ഥിതി മാറുകയാണ് എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. കാരണം വലിയൊരു ആക്രമണമാണ് ഇപ്പോൾ ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്നത്. അവിടെ വലിയ സ്ഫോടന ശബ്ദമുണ്ടായി. പുലർച്ചെ ഒരു 3 മണിയോടുകൂടിയാണ് ആക്രമണം ഉണ്ടാകുന്നത്. പിന്നെ കാണുന്നത് അവിടെ വലിയ തീ ഉയരുന്നതാണ്. വലിയ ഉയരത്തിൽ, ആകാശമുട്ട ഉയരത്തിൽ തീയും പുകയുമാണ് അവിടെ കാണുന്നത്. ഇക്കാര്യം അവിടുത്തെ ഒരു എണ്ണ ടാങ്കിനാണ് തീ പിടിച്ചത്. അതായത് വിമാനത്താവളം ഉപയോഗിക്കുന്ന എണ്ണ ടാങ്കിനാണ് തീ പിടിച്ചതെന്ന് ദുബൈ മീഡിയ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ചുറ്റുമുള്ളവരുടെ സുരക്ഷയും അത് വിമാനത്താവളത്തിലുള്ള യാത്രക്കാരുടെയൊക്കെ സുരക്ഷയൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു രക്ഷാ ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ദുബൈ മീഡിയ ഓഫീസ് അറിയിച്ചത്. അതോടൊപ്പം ആർക്കും ഇതുവരെ പരിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ അല്പം മുമ്പ് ദുബൈ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും ദുബൈയിലേക്കും അതേപോലെ തന്നെ ദുബൈയിൽ നിന്ന് തിരിച്ചുമുള്ള വിമാനങ്ങൾ തൽക്കാലത്തേക്ക് റദ്ദാക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെയും വിമാനത്താവളത്തിലെയും അതേപോലെ തന്നെ വിമാനത്തിലെയും ജീവനക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത് എന്നാണ് DCAA അറിയിച്ചിട്ടുള്ളത്. ദുബൈയിലേക്ക് വരുന്ന മിക്ക വിമാനങ്ങളും ഇപ്പോൾ അലൈൻ അതേപോലെ തന്നെ മസ്കത്ത്, ദുബൈയിൽ തന്നെയുള്ള DWC വിമാനത്താവളം എന്നിവിടങ്ങളിലേക്ക് തിരിച്ചു വിടുകയാണ് എന്നാണ് ഫ്ലൈറ്റ് ട്രാക്കർ പോലുള്ള വെബ്സൈറ്റുകൾ ഇപ്പോൾ അറിയിക്കുന്നത്. തൽക്കാലം ഇപ്പോൾ ദുബൈയിൽ നിന്ന് നാട്ടിലേക്കും നാട്ടിൽ നിന്ന് ദുബൈയിലേക്കും വരുന്ന വിമാനങ്ങളെ ഈ ആക്രമണം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളത്, കഴിഞ്ഞ രാത്രിയാണ് സൗദി കിരീടാവകാശിയും അതേപോലെ തന്നെ UAE പ്രസിഡന്റും തമ്മിൽ ഫോണിൽ ഒരു ചർച്ച നടത്തിയത്. മേഖലയിലെ ഈ സംഘർഷം തുടരുന്നതിലെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ടാണ് ആ ചർച്ച. എത്രയും പെട്ടെന്ന് ഈ സംഘർഷം അവസാനിപ്പിക്കണം. കാരണം ഇത് കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്ന ഒരു രീതിയിലാണ് ഉള്ളത്. ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു രീതിയിലേക്ക് നയതന്ത്ര ഇടപെടലുകളും അതേപോലെ തന്നെ മറ്റ് സമവായ നീക്കങ്ങളും ഉണ്ടാകണമെന്നുള്ള നിലയ്ക്കാണ് ഇരു നേതാക്കളും ചർച്ചയിൽ അഭിപ്രായപ്പെട്ടത്. ജിൻസി.